just as people join, we'll do this thing. Okay, I just note down the question and whoever is, so you need to find out q output. That is the thing which we are planning to do. So I have, this is active, the complement, so active low input SR latch, right? That is why this bar, if you recollect the earlier things, we were discussing NAND gates, right? And so this is the output. Draw it out. Then, so what happens when S goes 0 or R goes 0? The output will undergo transition depending upon what is there in the what do you say, out table, truth table, right? So the truth table is like this, truth table is like this. പിന്നെ കാര്യം ഈസി ആയില്ലേ, ഇന്ന് വരച്ച് താഴെ വേവ് ഫോം വരച്ച് ക്യൂ ഔട്ട്പുട്ട് വരയ്ക്ക്. ക്യൂ ഔട്ട്പുട്ട്, ഡ്രോ ദ ക്യൂ ഔട്ട്പുട്ട്. പ്ലീസ് ഡ്രോ ദ ക്യൂ ഔട്ട്പുട്ട്. ഗായത്രി ഉണ്ടോ ക്ലാസ്സിലെ? ഗായത്രി വിനയൻ, റൈറ്റ്. ഗായത്രി വിനയൻ ഇസ് ദർ, റൈറ്റ്. ഓക്കെ, സോ ഫൈൻ. പടം വരച്ച് ഔട്ട്പുട്ട് വരയ്ക്കും, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടേതായ രീതിയിൽ വരയ്ക്കും. ഞാൻ ഏതായാലും അന്നൊന്നും നോക്കില്ല, ബട്ട് ഇറ്റ്സ് ഗുഡ് ഇഫ് യു ഡ്രോ ദ തിങ്. പകുതി ക്ലാസ്സിൽ വന്നിട്ടുള്ളൂ. ഐ കെയിം ബാക്ക് ജസ്റ്റ് നൗ. ഞാനിപ്പോൾ കോളേജിൽ നിന്ന് അങ്ങ് വന്നേ ഉള്ളൂ എന്നൊരു വണ്ടി അവിടെ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങ് കയറിയുള്ളൂ വീട്ടിലേക്ക്. മഴയാണ് ശ്രീകാര്യത്ത്. ഇറ്റ്സ് റെയിനിങ്. It's very cloudy since morning, afternoon, right? കഴിയുമ്പോൾ പറയണേ, ഔട്ട്പുട്ട് വരച്ച് കഴിയുമ്പോൾ പറയണം. യു ഷുഡ് ടെൽ, അല്ലെങ്കിൽ ഐ വിൽ ജസ്റ്റ് കീപ്പ് ഓൺ വെയിറ്റിംഗ്. ഷെയ്ൻ ജോൺ ജോസ്, if you can just turn on the camera, just turn it on. Let me see who this person is. ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റുള്ളൂ ഇനി. ഷെയ്ൻ ജോൺ ജോസ്. ശ്രീഹരി, ക്യാമറ ഓണാക്ക്, കാണട്ടെ ഈ ആളുകളെയൊക്കെ. ഷെയ്ൻ ഇസ് മാൻ അല്ലേ? ഷെയ്ൻ വോൺ, റൈറ്റ്. തേജസ്, 2 തേജസ് ഉണ്ടല്ലോ ഇവിടെ. എന്താണ് 2 തേജസ് വന്നേക്കുന്നത്? തേജസ് പി ആദിത്യ, 2 തേജസ് പി ആദിത്യാസ് ആർ there. Why? Right, 1 escaped. No. Okay. രവീന്ദ്രൻ. എന്താണ് സിദ്ധാർത്ഥ എന്തോ പറഞ്ഞു തുടങ്ങിയല്ലോ. സിദ്ധാർത്ഥ NS ആനന്ദ് കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ട് എല്ലായിടത്തും. For the ladies, it is their discretion to turn it on. I'll leave it to them. Gentlemen, I can request to turn on the camera. Okay. So Arun Nulahannan, എന്താണ് ഈ ആളുകളൊക്കെ ഇവിടെ ഉണ്ടോ? അല്ലെങ്കിൽ ഓണാക്കി വെച്ചിട്ട് പോയോ? ഉണ്ടോ? ഈ അരുൺ നൂലഹന്നാൻ ഉണ്ടോ അവിടെ? ഹലോ, am I audible? ഹലോ, യെസ്, നോ, കേൾക്കാം. അമൃത ഉണ്ട്. അമൃത സിറ്റ്. യെസ്, ഐ ആം സിറ്റിംഗ്. സോ ഡിഡ് യു ഡ്രോ ദ തിങ്? വരച്ചു കഴിഞ്ഞോ? പടം വരച്ചു കഴിഞ്ഞു? അപ്പം നമ്മൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഇതിനകത്ത് എസ് ഇവിടെ 0 ആയപ്പോൾ ഈ ഔട്ട്പുട്ട് 1 case means it's active low input, so this is undergoing output should go high, then again here R, so it will stay high for this much amount of time. Then at this point what happens? The R goes low, so output will go low. It will stay low until this point and this will go high. I'll just draw the waveform. So this is the thing. So this will stay low until this point, then S goes low, so it's again go high, then waits. ഇനി ഇവിടെ ആകുമ്പോഴായിരിക്കും ലോ ആവണം.
then again it goes high. That doesn't 1 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ 1 1 എന്ന് പറഞ്ഞ S bar R bar 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ അത് പ്രീവിയസ് സ്റ്റേറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ, പ്രീവിയസ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. ഈ ആക്റ്റീവ് ലോ ഇൻപുട്ടിൻ്റെ കേസിലാണ് പറയുന്നത്, റൈറ്റ്. പ്രീവിയസ് സ്റ്റേറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. So it maintains that state, then again it goes low means it's again a reset. Reset means it's there, still maintains that state. Again S goes low, S bar goes low, it will go high again. Then 1 1 again maintains that state. Again S goes low, it maintains a state high, right. ഇങ്ങനെ തന്നെയല്ലേ കിട്ടിയത് അല്ലേ, ഔട്ട്പുട്ട് ഇങ്ങനെ തന്നെയല്ലേ കിട്ടിയത്. ഇങ്ങനെ ഔട്ട്പുട്ട് ട്രേസ് ചെയ്യാൻ പഠിക്കണം കേട്ടോ, ട്രേസ് ചെയ്യാൻ പഠിക്കണം. ഐ എം ജസ്റ്റ് ട്രൈങ് ടു ടേക്ക് യു ടു ദിസ് കൗണ്ടേഴ്സ്. ഗ്രാജുവലി വി ആർ ഗോയിങ് ടു ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് കൗണ്ടേഴ്സ്. ഇപ്പോൾ വേവ് ഫോമിൻ്റെ അതാണ് ഈ വേവ് ഫോം വെച്ചിട്ടുള്ള എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത്. ഐ എം നോട്ട് ഗിവിങ് എനി ഹോംവർക്ക് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ക്ലാസ് വർക്കേ ഉള്ളൂ, ചെയ്ത് ചെയ്തങ്ങ് പോവാം. വരച്ചു കഴിഞ്ഞോ? അവിടെ കാണാൻ പറ്റുള്ളൂ. ഐ ഷുഡ് ഗെറ്റ് അനദർ മോണിറ്റർ. Yeah, Amrita always says, but I am doubtful about Amrita. These people, they say, people say they are completed. Let me ask, Eldo Sojan, have you completed? I wish I could ask people to take a photograph and show me the book. അങ്ങനെ മാർഗം. എൽദോ സോജൻ ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ എൽദോ ഇവിടെ ഉണ്ടാ? ആർ യു ദേർ? Yeah, did you complete drawing the output? Means yourself, did you give a try? റെസ്പോൺസ് ഒന്നും വന്നില്ല. ഇത് പഠിക്കണേ എല്ലാവരും. ആര്യൻ, റെയിനിങ് ഇഷ്യൂസ്. റെയിനിങ്. വേർ ആർ യു? നെറ്റ്വർക്ക് പ്രോബ്ലം. എവിടെയാണ് സ്ഥലം? Ishita George, did you complete? Did you make a try yourself? Yeah, always there is connectivity issue. Ishita George, did you complete? Ernakulam. Yeah, my place. I belong to Ernakulam. So then Ishita എന്നല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത്? Ishita George. Navneet, പ്രശാന്ത് കഴിഞ്ഞോ? രഞ്ജന did not reply right to this time. Yeah, ഇത് തീർന്നല്ലോ. വരച്ചു കഴിഞ്ഞാൽ I am going to the next topic. If you have any doubts to ask, please do ask now. നവനീത് യെസ് പറഞ്ഞു. No doubts, but I asked a question. Whether did you draw the waveform, try to draw the waveform yourself. That's what. All these people will come and meet me when this college reopens. Okay, you introduce yourself and tell you were a student in my class. Right. I wish I could have a real class. That's what. So just that is എന്താണ് ആരും എന്തോ കമൻറ്റ് പറഞ്ഞു. Right. So the next question is we are not doing any next question. Rather we do an application. One application of SR latch is a debounce circuit, contact debound circuit. Say so you see the circuit here. This is connected to VCC, and one of this is one terminal is VCC and this is ground. Now ഇത് ഇപ്പോൾ 0 വരും. 0 വരുമ്പോൾ say when you slide the switch to this point, this is 1, it's connected to some other part, and when it is rotated to position 2, it's grounded. 0 voltage 0 വരും. ഇപ്പോൾ 0 ആണ് ഇവിടെ വരുന്നത്, ഷോർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഒരു പറയുന്നത്. But this is almost, but the problem is that there will be the voltage does not immediately settle to 0. It will take some time to settle to 0. So all these will be perceived as high. അപ്പോൾ ഒരു ഹൈ സിഗ്നൽ. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ this is what you call as contact bounce. So contact bounce എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ SR ലാച്ചിലുള്ളത്.
SR latch can be used as a contact bounce eliminator circuit. So what happens is that you are aware that once the state of the latch is set, it won't change. It won't change unless you change the inputs. That happens. It's pull up resistors are there. These are pull up resistors. You call it as pull up resistors. Pull up resistors. This is pull up resistor. So 0 varimba S is connected to this point and this is to this. So 0 comes means it will be latched. First transition latch. 1 varimba S ground in S0 again that is latched in this. So there won't be bouncy output like this. Rather you will be having almost a perfect square wave. In actual case you will never get a square waves like this in any circuit. Namala 4-year series പഠിക്കുന്നുണ്ടല്ലോ 4-year series 4-year series നമ്മൾ പറയുന്നത് വെച്ചാൽ എല്ലാ സിഗ്നലിനെ പീരിയോഡിക് സിഗ്നൽസിന് എന്ത് ചെയ്യാൻ പറ്റും സം ഓഫ് സൈൻ ആൻഡ് കൊസൈൻ ടേംസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഈ അരികത്തൊക്കെ എന്തോ ഒരു ഫിനോമിന വരും. അതിനെന്തെന്ന് പറഞ്ഞാൽ ഗിബ്സ് ഫിനോമിന. യു വോണ്ട് ഗെറ്റ് പെർഫെക്റ്റ്ലി സ്ക്വയർ ഷാർപ്പ് എഡ്ജസ് ഒന്നും ഒരു സർക്യൂട്ടിലും റിയലൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്കങ്ങനെ വേറെ വെരി ക്ലോസ് അപ്രോക്സിമേഷൻസ് പറയാൻ പറ്റുമെന്നേ ഉള്ളൂ. So this is a contact bounce eliminator circuit using SR latch. This is an application. ഇത് ഓർത്ത് വെക്കണേ. SR give an application of SR latch എന്നൊക്കെ പറഞ്ഞ് ഈ പടമൊക്കെ വരയ്ക്കണം. Right. Any doubts about this? Any doubts about this? Right. Doubts ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ നിങ്ങളെ പിടിച്ചൊന്നുമില്ല. I have എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി എല്ലാ ക്ലാസ് എടുക്കുന്നത്. അതാണ് അതിൻ്റെ അകത്തുള്ളൊരു കാര്യം. Yeah, we are waiting for that day too. I hope it will come. I don't know whether this year they will have it. Probably next year sometime. The college is so lonely without the students. It looks some buildings there, and there are some staff moving here and there. We can't contribute much to the college other than like students. All these students going around, they make all the noises. So അതെല്ലാം മൊത്തം എല്ലായിടത്തും it looks very dull there. ഇപ്പം ഇന്നത്തെ ക്ലൈമറ്റും കൂടി ആകുമ്പോൾ ഇറ്റ്സ് എക്സ്ട്രാ ഡൾ റൈറ്റ്. സോ ബിൽഡിങ്സ് അതർ പലയിടത്തുമൊക്കെ ലാബിൽ എക്യുപ്മെൻ്റ് എല്ലാം പലതും ഉപയോഗിക്കാതെയൊക്കെ കേടാവാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ട് ഇപ്പോൾ. ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് അല്ലേ അതൊക്കെ. ഇപ്പോൾ ലാബ് സ്റ്റാഫ് അതെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രവർത്തിപ്പിച്ചൊക്കെ നോക്കൂ. CRO ഫങ്ഷൻ ഓൾ ദോസ് തിങ്സ്. So now gated SR latch, right? Gated SR latch. Gated SR latch this section is in AND gate, right? Now I'm just providing an enable input. I am providing an enable input, and this is a gate. This is the what do you say? So this is gating the input. This is to gate the input. GAT, gate the input. So that is why. This is your latch portion. This is your latch portion, and this is the input gating section, right? So what is the enable input high ആണെങ്കിലേ ഔട്ട്പുട്ട് ഈ ഒരു ട്രാൻസിഷൻ ലോ ആവുള്ളൂ അല്ലേ. So only when the enable input is high, the output from the inputs on S and R will have any effect here. Enable 0 ആകുമ്പോൾ എന്ത് പറ്റും NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ഹൈ ആയിരിക്കും അല്ലേ. any of the inputs is 1, enable is low means the output of this NAND gate will be low. അപ്പോൾ 1 വന്നു കഴിഞ്ഞാൽ ഇതൊരു ആക്റ്റീവ് ഇതാണ് ലോ ഇൻപുട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ കേസിൽ ഇറ്റ് വോണ്ട് വർക്ക്. സോ വാട്ട് യു നീഡ് ഇൻപുട്ട് ഷുഡ് ബി 0. ഇൻപുട്ടിൻ്റെ എഫക്റ്റ് വരണമെങ്കിൽ എനേബിൾ ഇൻപുട്ട് 0 ആവും. എനേബിൾ ഇൻപുട്ട് ഗോസ് ടു 1 ആവും. ഓക്കെ, it goes to 1 means whatever input is there on the S and R will have the effect, and it is indicated by this is the you say gated SR latch, logic symbol for gated SR latch. The Q and Q bar signals are there, and S, R and enable. ചിലയിടത്ത് ഗേറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, ഗേറ്റ് സിഗ്നൽ എന്നൊക്കെ എഴുതി. സോ നൗ
we are going to the next level. So I have a gating section and then the latch section, right? Isn't it simple? So this can be replaced directly by an AND gate. Bubbled OR is equal to an AND gate as per De Morgan's theorem, right? ഇതൊക്കെ വരയ്ക്കണേ ഈ ക്രോസ് കപ്ലിംഗ് ഒക്കെ വരയ്ക്കണം. ഇതിന് പകരം നാൻഡ് ഗേറ്റ് വരച്ചാലും കുഴപ്പമില്ല. അപ്പോൾ 4 നാൻഡ് ഗേറ്റ് വെച്ച് നമ്മളിപ്പോൾ ഒരു ഗേറ്റഡ് SR ലാച്ച്, ഇനി ഈ ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ എനേബിളിനെ നമ്മൾ ഇനി വേറൊരു സിഗ്നൽ വെച്ച് റീപ്ലേസ് ചെയ്യും. യു വിൽ കോൾ ഇറ്റ് എസ് എ ക്ലോക്ക്. സോ ദ ലാച്ച് ബിക്കംസ് എ flip-flop when you have a clock. That could be a simple explanation. Okay. So this is one more modified version of this. So here what happens? Enable 0 means there won't be, whatever inputs are there on the S and R, that won't have any effect because the output of this NAND gate will be always high. Enable is 1 and 0 means it will retain the earlier case, no change. Previous status retains. 0 1 means ഇതിൻ്റെ സീക്വൻസ് എന്ന് ഓർത്ത് നോക്കി, ഇത് ബൈനറിയാ. 1 0 1 2 3. കാണാതെ ഒന്നും പഠിക്കരുത് കേട്ടോ ഈ സാധനമൊന്നും. So 0 1 എന്ന് പറഞ്ഞാൽ റീസെറ്റ് ആണ്. Q is equal to 0. It's a reset state. Then 1 0 means Q is 1 and so that means it's set state. And 1 1, it is undefined in SR flip-flop. It's not undefined. Why it is undefined means you don't have a feedback. അതൊരു ഫീഡ്ബാക്ക് സർക്യൂട്ട് കൂടി വരേണ്ടതുണ്ട്, എന്നാലേ അത് ക്ലിയർ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഹാപ്പൻസ് ഇൻ another case which is called as a JK flip-flop. We'll come to it. A function table or truth table, whatever you call it, you please draw it out. വരച്ചെടുക്കണേ, എഴുതിയോ വരച്ചൊക്കെ എടുക്കണം. ഓഹോ, വാട്ട് ഇസ് ദിസ്? ഓഹോ. വരച്ചു കഴിയുമ്പോൾ പറയണം. ഐ എം വെയിറ്റിംഗ് ഫോർ പീപ്പിൾ ടു കംപ്ലീറ്റ്. ആരെങ്കിലും പറയണം, അല്ലെങ്കിൽ ഇവർ പറയാൻ വേണ്ടി മാത്രം നിൽക്കരുത്. ഐ ഡോണ്ട് നോ ഓൺലി സം പീപ്പിൾ ടോക്ക് ഇൻ ദ ക്ലാസ്. വെരി സ്ട്രേഞ്ച് ക്ലാസ് കേട്ടോ. ഐ റിയലി ഡൗട്ട് യു പീപ്പിൾ ആർ ഇൻ ദ കോളേജ്. സാധാരണ എല്ലാവരും ബഹളമൊക്കെ ആയിരിക്കുമല്ലോ. ഞാനൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും സംസാരിക്കുമായിരുന്നു. Done. I told Amrita don't talk. Someone else say. Google. Siddharth. DN. Okay. Done. സ്നേഹ, അഭിജിത്ത്, ഇവരെയൊക്കെ സ്ഥിരം പറയുന്നത്. ബാക്കി സ്ഥിരം പറയാത്ത അഭിനന്ദ് ആദ്യമായിട്ടാണ് ഒരു മറുപടി പറയുന്നത്. അഭിനന്ദ് ശങ്കർ. ബാക്കി ആളുകളൊന്നും ഇല്ലേ? ഫാത്തിമ, ഡിഡ് യു കംപ്ലീറ്റ്? ഫാത്തിമ ബിയർ ലെഫ്റ്റ്. സ്മൃതി, അവരൊക്കെ സംസാരിക്കും. ഹരികൃഷ്ണൻ HB ഇപ്പം ലീവാവും. ഹരികൃഷ്ണോ കഴിഞ്ഞോ? അത് എഴുതി. യെസ്, നോ, സംതിങ്. യെസ്, ഡൺ. So that is the gated SR latch. This is a practice question which you have to do. So determine the output for this. So enable high ആവുന്ന കേസിൽ ഔട്ട്പുട്ടിന് എഫക്റ്റ് വരുള്ളൂ. എനേബിൾ ഒരു ഇതാണ്, കൺട്രോൾ സിഗ്നലാണ്. സോ എനേബിൾ ഹൈ ആവുന്ന കേസിൽ എഫക്റ്റ് വരുള്ളൂ. ഇപ്പോൾ ഈ കേസിൽ എനേബിൾ ഹൈ ആവുന്ന ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ മാത്രം. ഇനീഷ്യലി വി അസ്യൂം ഇറ്റ് ഇസ് റീസെറ്റ്. 0 കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. അതായിരിക്കും എപ്പോഴും സേഫ്. വിൽ അസ്യൂം ദാറ്റ് ഇറ്റ് ഇസ് 0. അപ്പോൾ അത് സെറ്റ് ആവും. ഈ ഒരു കേസിൽ സെറ്റ് ആവും. 1 0 വരും. ദെൻ അഗെയിൻ ഇറ്റ്സ് ഗോയിങ് റിമൈനിങ് ഹൈ ആൻഡ് ഹിയർ അറ്റ് ദിസ് പോയിന്റ് set is 0, reset is 1. So it goes low. Then it waits. Then here it again goes high. Right. 1 0 S1 R0. So that means it is going to go high. Then wait. ഇവിടെ ഒരു ട്രാൻസിഷൻ നടന്നിട്ട് കാര്യമില്ല. നേരെ ഇവിടെ എനേബിൾ സിഗ്നൽ ഇല്ല. ഇവിടെ ആയിരിക്കും ട്രാൻസിഷൻ വരുന്നത്. ഇവിടെ എത്തുമ്പോഴായിരിക്കും 0 0 വരുമ്പോൾ എന്താ പറയുക? 0 0 is no change. It continues high. Continues in the high condition itself.
പെൻസിലും സ്കെയിലൊന്നും വെച്ച് വരയ്ക്കണ്ട, വെറുതെ പേന വെച്ചോ പെൻസിൽ വെച്ചോ അങ്ങ് വരച്ചാൽ മതി. ഇങ്ങനെ കൃത്യം ഡ്യൂറേഷൻ ഒന്നും ഇടണ്ട, അത് ഒരു അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, റൈറ്റ്. So this is your function table and this is your output. So it is continuing high, it's continuous high, right? Because ഈ ഒരു ട്രാൻസിഷന് ഒരു എഫക്റ്റും ഇല്ല. 0 0 is പ്രീവിയസ് സ്റ്റേറ്റ് തന്നെ റീറ്റെയിൻ ചെയ്യാമെന്നാണ് പറയുന്നത്. പടം വരയ്ക്കണേ. മരിയം അഫീല, റൈറ്റ്. ഹനീഫ്, യു ഡ്രൂ ഇറ്റ്. പടം വരച്ചോ? രഞ്ജന എച്ച്, someone, your advisor told me some comments. I talked. ഇപ്പോൾ നമ്മൾ ഇത്രയും ക്ലാസ്സൊക്കെ കഴിഞ്ഞില്ല, ഞാനിപ്പോൾ ഓരോരോ പേരുകളൊക്കെ ചോദിച്ചിട്ട് സംഗീത മിസ്സിൻ്റെ അടുത്ത് ഞാൻ പലരെയും കുറിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന ആളെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് ഹാവ് എ വെരി ബാഡ് ഹാബിറ്റ്, യു നോ, ദേ ഗോസിപ്പ് എ ലോട്ട് അബൌട്ട് സ്റ്റുഡൻസ്. ഗോസിപ്പ് ഇൻ ദ സെൻസ് ദേ എക്സ്ചേഞ്ച് നോട്ട്സ് അബൌട്ട് ദ സ്റ്റുഡൻസ്. They tell, ah, coaching in any coaching. But I just asked to get a background. Usually we come to a conclusion ourselves. ഈ അഡ്വൈസർ വെറുതെ അല്ലാട്ട് വെച്ചേക്കുന്നത്. അഡ്വൈസർ വെച്ചേക്കുന്നത് ഇതുപോലെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ്, അല്ലാതെ വെറുതെ ഒരു സാധനങ്ങൾ ഒപ്പിട്ട് തരാനൊന്നുമല്ല. ഐ വാസ് അഡ്വൈസർ ഫോർ 1-2 batches ഹിയർ. സോ വി നോ A to Z അപ്പോൾ of people. So that is the students in we try to help. We don't meddle in the personal matters, academic matters and personal matters if the student requests. That's the thing. Advisor doesn't meddle in the personal matters. It is an academic advisor. Personal matters അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും വളരെ ഇതുണ്ടെങ്കിൽ they can talk. It's up to the student. We won't meddle in the personal things. That's a set policy. അങ്ങനെയാണ്. അക്കാഡമിക് അഡ്വൈസറാണ്. ആരോ കമൻറ്റ് പറഞ്ഞു, ഗോകുൽ ഒരു ഇത് പറഞ്ഞു, തംസ് അപ്പ് വന്നു, റൈറ്റ്. സോ നെക്സ്റ്റ് ഇസ് ഗേറ്റഡ് ഡി ലാച്ച്. ഡി ഇസ് ഡേറ്റ ലാച്ച്. ഡി ഇസ് എ ഡേറ്റ ലാച്ച്. സോ ഇവിടെ ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഇൻപുട്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്ത് ഒരു നോട്ട് ഗേറ്റ് വഴിയാ ഗേറ്റഡ് SR ലാച്ച് കൊടുക്കുന്നത്. ഇതൊരു SR ലാച്ചോ ആവാം അല്ലെങ്കിൽ JK ലാച്ചോ ആവാം. ജെയും JK ലാച്ചോ SR ലാച്ചോ രണ്ടും D ലാച്ചാക്കി മാറ്റാൻ പറ്റും. സോ യു സേ ദറ്റ് whatever it's called as, otherwise called as a transparent latch, because when the enable pin is asserted, when enable pin goes high, whatever is there on this D, it will just come to the output. അതാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. whatever is there on the D input, that is reflected in the output. It's called as a transparent latch. It's otherwise called as a transparent latch. If I remember, the number is 7474. I think so. 7474 ആണെന്ന് തോന്നുന്നു. 7474 IC. Yeah, 7474 ആണെന്നാണ് എൻ്റെ ഓർമ്മ. 7474 is dual D flip-flop, right? And then something is there, 7476 is JK or SR എന്തോ ആണ്, dual JK ആണെന്ന് തോന്നുന്നു. dual JK. പിന്നെ വേറൊരു IC ഉണ്ട് 7473. 7473 അത് dual JK with preset and clear. preset and clear, നമുക്കത് ഈ സംഭവങ്ങളൊക്കെ പറയാം. So just draw it out. Just draw rough ആയിട്ട് അങ്ങ് വരച്ചാൽ മതി ഗേറ്റ് ഒക്കെ. ഈ ഫംഗ്ഷൻ ടേബിൾ എഴുതിയെടുക്കണം. ഇറ്റ്സ് കോൾഡ് as a transparent latch. Anyway, I'll be sharing the slides at the end of this talk. This itself is going to have maybe 40-50 slides. അപ്പോൾ ഞാൻ പകുതി മുഴുവൻ തീർന്നാലേ സ്ലൈഡ് ഷെയർ ചെയ്യുള്ളൂ. അതുവരെ പഠിക്കാൻ നിങ്ങളിത് ഇത് ചെയ്യണം. പടം വരച്ചെടുത്ത് അത്രയും നല്ല കഴിഞ്ഞല്ലോ അല്ലേ? You completed? Yes. We'll take 5 more minutes just to complete this topic. So that is a D latch. These are the graphic symbols. ഇതിനകത്ത് ഇപ്പോൾ ലാച്ചിൻ്റെ സിമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ല, ഇവിടെ ക്ലോക്ക് ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല. ഇത് ആക്റ്റീവ് ഹൈ ഇൻപുട്ട് SR ലാച്ച്, കോംപ്ലിമെൻറ്റ്സ് ഒന്നുമില്ല, ഹൈ ഇൻപുട്ട്സ് ആണ്. ഇത് ആക്റ്റീവ് ലോ ഇൻപുട്ട് SR ലാച്ച്.
This is a gated D latch. SR-ന്റെ കൂടെ എനേബിളും കൂടി വന്നു കഴിഞ്ഞാൽ ഗേറ്റഡ് SR ലാച്ച് വരും. ഇതുപോലെ എനേബിൾ സിഗ്നൽ വേണമെങ്കിൽ കൊടുക്കാം. ഇത് കോംപ്ലിമെന്ററി ഔട്ട്പുട്ട്സ് ആണ്. ബബിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എപ്പോഴും കോംപ്ലിമെന്റ്സ് ആണ്. കോംപ്ലിമെന്ററി ഇൻപുട്സ് ഓർ കോംപ്ലിമെന്ററി ഔട്ട്പുട്ട്സ്. റൈറ്റ്. ഇത് IEEE നൊട്ടേഷൻ ആണ്. IEEE നൊട്ടേഷൻ തന്നെയാണ്. ഈ ഡേറ്റ ഷീറ്റിലേക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കും. ഇനി നമ്മൾ ഈ സർക്യൂട്ടൊക്കെ വരയ്ക്കാൻ അറിയണം. SR-ൻ്റെയും എല്ലാത്തിൻ്റെയും NAND ഗേറ്റ് വെച്ചുള്ള സർക്യൂട്ട് വരയ്ക്കാൻ അറിയണം. ബട്ട് ഫർദർ ഓൺ വിൽ ജസ്റ്റ് ഇൻ ഫർദർ സ്റ്റഡീസ് വിൽ ബി ഡ്രോയിങ് ദിസ് പെട്ടി വിത്ത് ദിസ് ബോക്സ് ആൻഡ് മൂവ് ഓൺ. അതിനകത്തെല്ലാം ഉണ്ടെന്നുള്ള അസ്യൂം ചെയ്യും. വി അസ്യൂം ലൈക്ക് ദിസ്. സോ ദീസ് ആർ ദ ഗ്രാഫിക് symbols for latches. Logic symbols, right? Logic symbols. So the next is we move on to sequential circuits. We are discussing sequential circuits. In fact, why sequential circuits? We started with latches. We discussed that latches are flip-flops. They serve as memory elements and they could be used to store a bit of data, one bit of data, and several flip-flops or latches combined together make a register. So 8-bit make 1 byte, like that, or 16 bits make 1 word. It depends on the architecture. How is 1 word defined? Nibble is 4 bits. NIBBLE. Nibble is 4 bits. Now there are 2 types of sequential circuits and combinational circuits. So sequential circuits are we discussed earlier in the initial part. If I remember, we had a figure like this, right? This is a sequential circuit. Now we are just elaborating it a bit more. We are saying that sequential circuit is something like this. It has a combinational block section and a memory section, right? A feedback ഉണ്ട്. Previous state memory will store ചെയ്തിട്ടുണ്ട്. The previous state is stored in the memory. And there are 2 types of sequential circuit. One is asynchronous sequential circuits. They don't have this signal, clock signal. They don't have a clock signal. Rather, they are just say whatever you designed, say your combinational circuits. നമ്മൾ ആദ്യത്തെ തേർഡ് മോഡ്യൂളിൽ ഡിസൈൻ ചെയ്ത സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ സീക്വൻഷ്യൽ വെറും കോമ്പിനേഷൻ ബ്ലോക്കാണ്. മെമ്മറി എലിമെന്റ് ഉണ്ടാവും, ലാച്ച് ഉണ്ടാവാം. ദേ കുഡ് ബി ലാച്ചസ്, ബട്ട് സ്റ്റിൽ ദേ ഡോണ്ട് ഹാവ് എനി ക്ലോക്ക്. Basically, they are combinational circuit with some memory. They don't have this clock signal. They are not synchronized to any clock. They are asynchronous. Synchronized alla. They don't have any. Their operation is not synchronized. That doesn't mean they don't have any use. There are variety of uses. ഇന്ന് തന്നെ നിങ്ങളുടെ ഒരു സീനിയർ സ്റ്റുഡൻറ് ഒരു സെമിനാർ പ്രസന്റ് ചെയ്യേണ്ടായിരുന്നു. അസിൻക്രണസ് മൈക്രോ പ്രോസസർ ഡിസൈൻ. So such things are there. So there is usually most of this are synchronous devices. I'll tell you, when you say a processor, you say Core i3, Intel Core i3 10th generation at what gigahertz, etra gigahertz എന്നൊക്കെ പറയുന്നത് GZ, GHZ, that refers to the clock speed. But actual bus speed is much lower. That is something. You say it is at 3.4 gigahertz. Clock speed ആണ് പറയുന്നത്. അതിലാണ് എല്ലാം ടൈം ചെയ്യുന്നത്. അതിൻ്റെ സബ് മൾട്ടിപ്പിൾസ് അതിലാണ് ആ സർക്യൂട്ടിൻ്റെ ഓപ്പറേഷൻ എല്ലാം സിങ്ക്രണൈസ് ചെയ്യുന്നത്. സോ ക്ലോക്ക് സിഗ്നൽ ദർ വിൽ ബി all the state changes, present state to the next state change is synchronized to a clock in synchronous sequential circuits. So our flip-flops are synchronous bistable devices, you will say. Synchronous bistable devices. Synchronous means they are synchronized to some clock. Bistable means they have
two stable states. There will be 0 and a 1. You can say like that. 0 state and a 1 state. അങ്ങനെ രണ്ട് stable states ഉണ്ടാവാം. So low state and high state, you can call it like that. And the state changes can occur either, it can be either level triggered. Say state changes can occur either, it can be level triggered. നമ്മളിപ്പോൾ നേരത്തെ ഈ എനേബിൾ ഒക്കെ ഇട്ട് ഇത് തന്നെയാണ് ചെയ്തത്. എനേബിൾ സിഗ്നൽ ഒക്കെ ഇട്ടപ്പോൾ ഈ ഒരു ഹൈ സ്റ്റേറ്റിൽ ട്രാൻസിഷൻ വന്നു. ലെവൽ ആക്റ്റീവ് ഹൈ സ്റ്റേറ്റിലാണ് ട്രാൻസിഷൻ വന്നത്. ഇറ്റ് കുഡ് ബി occurring at a level. This is a positive level triggered thing. There could be negative level triggered circuits as well, but more common are positive level triggered circuits. But much more common thing is the edge triggered circuits. So you will say the flip-flops are edge triggered or edge sensitive devices, whereas latches are level sensitive. Level, they are എനേബിളിൻ്റെ ഹൈയിലായിരിക്കും ട്രിഗർ ആവുന്ന, അല്ലെങ്കിൽ ലോയിലായിരിക്കും ട്രിഗർ ആവുന്നത്. ഇതൊരു ഡിഫറൻസ് ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ലാച്ചസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആണ്. So this is the rising edge or the positive edge, and this is the negative edge. So positive edgeൽ ട്രാൻസിഷൻസ് സംഭവിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജിൽ ട്രാൻസിഷൻ സംഭവിക്കാം. അതനുസരിച്ച് നമ്മൾ നൊട്ടേഷൻ മാറ്റും. പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് സർക്യൂട്ട്സിന് ബബിൾ ഒന്നും വരയ്ക്കില്ല ക്ലോക്ക് സിഗ്നലിനൊപ്പം. വി ഡോണ്ട് ഡ്രോ എ ബബിൾ ഫോർ ഇൻ ദ ലോജിക് സിമ്പിൾ ഫോർ സർക്യൂട്ട്സ് വിച്ച് ആർ ട്രിഗേർഡ് അറ്റ് ദ പോസിറ്റീവ് എഡ്ജ്. ഫോർ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് സർക്യൂട്ട്സ് വി ഡ്രോ എ bubble in the clock, indicating that it is a negative edge triggered circuit. Do you want to have further explanation on this? യെസ് നോ എന്ന് പറഞ്ഞാലേ കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ അല്ലെങ്കിൽ ഇവിടെ ക്ലാസ് എടുത്ത് നോക്കേണ്ടി വരും. ഇപ്പം നിർത്താം. So this is what, right? So this is the positive edge. So dynamic input indicator എന്നാണ് അതിനെ പറയുന്നത്. IEEE അങ്ങനെ വിളിക്കുന്നത്, ഡൈനാമിക് ഇൻപുട്ട് ഇൻഡിക്കേറ്റർ. അങ്ങനെയൊന്നും ഒരിടത്ത് പോയി പറയരുത്, നാട്ടുകാർക്കൊന്നും അറിയില്ലായിരിക്കും. ക്ലോക്കിന് ബബിൾ ഉണ്ടില്ലെന്ന് പറഞ്ഞാലായിരിക്കും കൂടുതൽ ഒരു ഇത്. But it's dynamic, it's changing. So this is the changing input എന്നാണ് ഉദ്ദേശിക്കുന്നത്. Clock is changing. So 0 നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെങ്കിൽ ബബിൾ ഉണ്ടാവും, പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെങ്കിൽ ബബിൾ ഇല്ല. ഇത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. It would as well be SR flip flop. Box same തന്നെ. We are not bothered what is inside, right? Bubble indicates triggering on the negative edge of the clock. This is at the positive edge of the clock. Rising edge, and this is the trailing edge. You call it as a trailing edge. Trailer, adane trailing. TRAILING, trailing edge. Leading edge or trailing edge. രണ്ട് രീതിയിലും പറയും. Leading edge triggered circuits എന്നൊക്കെ പറയും. Right? What a difficulty to make these people talk. Sanjana Tom, have you completed? 37 പേരേ ഉള്ളൂ. Right. Okay. So സംസാരിക്കാൻ തുടങ്ങി എങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിർത്താം. അപ്പോൾ ക്ലോക്ക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇതുകൂടി വരച്ചെടുത്ത് തരും. SR ഫ്ലിപ്പ് ഫ്ലോപ്പിലെ എനേബിൾ മാറ്റി നമ്മൾ ക്ലോക്ക് ആക്കി. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇവിടെ അൺഡിഫൈൻഡ് സ്റ്റേറ്റ് ഇപ്പോഴും ഉണ്ട്. അൺഡിഫൈൻഡ് സ്റ്റേറ്റ് 1 is not defined. 0 no change, previous state in a QN, and 10 set, 01 reset, 11 is undefined. Enable nu varam clock aanu ivideyulla SR flip flop. This is a clocked SR flip flop, right? ലാബിൽ എവിടം വരെ ഈ സംഭവങ്ങളൊക്കെ ആയോ? ലാബിൽ class reps Gayatri, no, right, it hasn't reached there. I didn't meet Ashwini today. Ashwiniക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഇന്നലെയായിരുന്നു ഡ്യൂട്ടി. I think you have started with some Verilog അല്ലേ? Verilog എന്ന് തുടങ്ങിയെന്ന് ജിതിനെയും പറഞ്ഞു. Up to Dmux and Mux using ICs. അവിടെ എത്തിയോ? Right, I have to speed up. They'll catch up very fast. Right. Well, how do you do this thing? What software do you do this?
വെർച്വൽ ലാബ്, റൈറ്റ്, വെർച്വൽ ലാബ്, റൈറ്റ്. ശരിക്കും ലാബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെയാണ്. പടം വരച്ച് കഴിഞ്ഞല്ലോ. ദിസ് ഇസ് ദ ക്ലോക്ക് ടെസ്റ്റർ. ദ ഓപ്പറേഷൻ ഇസ് സെയിം. എക്സ്പ്ലനേഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണേ, എപ്പോഴും അറിഞ്ഞിരിക്കും. ക്ലോക്ക് ഹൈ ആയിരിക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ക്ലോക്ക് ഹൈ ആണെന്ന് വെച്ചോ, ഇത് റീസെറ്റ് ആണെന്ന് വിചാരിച്ചു, 0-1 ആണെന്ന് വെച്ചു, 0-1. അപ്പോൾ നമ്മൾ എപ്പോഴും 1 ആയിരിക്കുന്ന അവിടെ നിന്നായിരിക്കും ഇതെടുക്കുന്നത്. സോ ഐ ജസ്റ്റ് സേ ദിസ് 1 is going here and then it is again this has no role. ഇത് ഗേറ്റ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ഈ ഒരു സെക്ഷന്. ഇവിടെ 0-1. Now so this is 0-1 സ്റ്റേറ്റ് ആണെന്ന് വെച്ചു. I'll use a pen. Okay, so this is 0 and this is 1. Now I am applying a 1 and a 0 here, right? What happens, we'll just see. അപ്പോൾ 1 ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെയും ഒരു 1 ആണ്, ക്ലോക്ക് ഹൈ ആണ്. 1-1 വരുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 and 1 complement 0. So I get a 0 here. So and this 1 is also fed back to this point. Let me see whether I am going correctly. I'm just telling. So I'm just having a 1 here. So 1 and 0, this is output is going high, and this 1 is fed back to this point. Okay, 1 is fed back to this point. ഇവിടെ 0 എന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. 1-1 വന്നു കഴിഞ്ഞാൽ ഇവിടെ 0 ആയി. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റായി. ഇപ്പോൾ സെറ്റായി, റൈറ്റ്. ഇപ്പോൾ സെറ്റ് കണ്ടീഷനായി, സെറ്റ് അല്ലേ? ഇറ്റ്സ് ഓക്കെ. യു ക്യാൻ ഫോളോ, റൈറ്റ്. VLab.co.in, റൈറ്റ്, അതിലാണ് ചെയ്യുന്നത് അല്ലേ? യു ആർ ഓക്കെ വിത്ത് ദിസ്? യെസ്, നോ, എക്സ്പ്ലനേഷൻ ഓക്കെ അല്ലേ? You want me to explain once over? Yes, no, tell something, tell in full sentences. You need an explanation. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം. വൈകുന്നേരം അമ്പലത്തിൽ പോകാനുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സോ പീപ്പിൾ ആർ ഗെറ്റിംഗ് റെഡി ടു ഗോ ടു ദ ടെമ്പിൾ ആൻഡ് ഓൾ. സോ ഐ എം വൈൻഡിങ് അപ്പ് ദ ക്ലാസ്, റൈറ്റ്. So this is asynchronous inputs. നാളെ പഠിക്കാം. We'll take up this section tomorrow. We'll just these are not synchronized to the clock. അത് ഇവിടെ ഒരു PR CR, ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവും. സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും പറ്റും, irrespective of whatever is there on this. Okay, so we'll discuss this thing.